ഹായ്, നമ്മളെല്ലാവരും തന്നെ സൂം ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരായിരിക്കും. ഈ സൂം ആപ്ലിക്കേഷനകത്ത് ഒരു പ്രശ്നമുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. ബേസിക് വെർഷൻ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ പെയ്ഡ് വെർഷൻസ് യൂസ് ചെയ്യേണ്ടി വരും. പെയ്ഡ് വെർഷൻസിനേക്കാളും കൂടുതൽ പേരും യൂസ് ചെയ്യാറുള്ളത് ബേസിക് വെർഷൻ ആണ്. സത്യം അതാണ്, അല്ലേ? അങ്ങനെ ആ ബേസിക് വെർഷൻ യൂസ് ചെയ്യുമ്പോൾ അതിനകത്ത് ക്ലാസ്സുകൾ നടക്കുന്ന സമയത്ത് ഒരു 40 മിനിറ്റിൽ ആ പ്രോഗ്രാം, ആ ക്ലാസ് കട്ടാവും. അതിനുശേഷം വീണ്ടും അടുത്തൊരു മീറ്റിംഗ് ആയിട്ടാണ് നമ്മുടെ ക്ലാസ്സുകൾ നടക്കുന്നതെന്ന് നമുക്കറിയാം. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്താണ് മാർഗം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാകാം. പെയ്ഡ് വേർഷൻ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം. ഓക്കെ, നമ്മളുടെ ഹൈടെക് ക്ലാസ് റൂമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് ഈ പ്രശ്നം വളരെ ഈസി ആയിട്ട് പരിഹരിക്കാൻ സാധിക്കുന്നത് പെയ്ഡ് വെർഷനിലേക്ക് പോകാതെ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വീഡിയോ നിങ്ങൾ കാണുക. ശ്രദ്ധാപൂർവ്വം അവസാനം വരെ കാണണം, മറക്കരുത്. ഒപ്പം നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും. ഓക്കെ, നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കൂ. നമുക്ക് zoom.us എന്നുള്ള സൈറ്റിലേക്ക് ഒന്ന് സൈൻ അപ്പ് ചെയ്യാം. zoom.us എന്നുള്ള സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്ത് സൈൻ അപ്പ് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോൾ zoom.us എന്നുള്ള സൈറ്റ് എടുത്തു. അവിടെ സൈൻ അപ്പ് പേജ് ഉണ്ട്. സൈൻ അപ്പ് പേജ് ഓപ്പൺ ആയി. അവിടെ ആദ്യം നമ്മളോട് ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ ചോദിക്കും. ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഡേറ്റകൾ എൻട്രി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. കണ്ടിന്യൂ പറയുന്നു. ഇവിടെ ഡേറ്റ ഒന്നും സ്റ്റോർ ചെയ്യില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടിന്യൂ പറയുന്നു. കണ്ടിന്യൂ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ഒരു ഇമെയിൽ ഐ ഡി കൊടുക്കണം. നമ്മൾ ഇവിടെ കൊടുക്കുന്ന മെയിൽ ഐ ഡി അത് ഫസ്റ്റ് ടൈം ആണ് നമ്മൾ സൂമിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ടൈം കിട്ടും. നിങ്ങൾ ആദ്യത്തെ തവണയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അൺലിമിറ്റഡ് ടൈം കിട്ടും. അങ്ങനെ ഓരോ മീറ്റിംഗിലും നമുക്കൊരു പുതിയ മെയിൽ ഐ ഡി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അങ്ങനെയാണെങ്കിൽ അൺലിമിറ്റഡ് ടൈം കിട്ടും. അതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അല്ല, ഇനിയിപ്പോ ഓരോ ആവശ്യത്തിനും ഒരു മെയിൽ ഐ ഡി ഉണ്ടാക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടി നമ്മളുടെ ഈ ഒരു മീറ്റിംഗിന്റെ പർപ്പസിന് വേണ്ടി മാത്രം ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കാൻ ഒരു അവസരം കിട്ടുന്നുണ്ട്. പിന്നീട് അതിനെ സംബന്ധിച്ച് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അത്തരം ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാൻ സമ്മതിക്കുന്ന ഒരു സൈറ്റാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നോക്കുക. അപ്പോൾ ഇവിടെ മെയിൽ ഐ ഡി കൊടുക്കാൻ വേണ്ടി ഞാൻ ടെമ്പ് മെയിൽ എന്ന് പറയുന്ന ഒരു സൈറ്റ് യൂസ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം temp-mail.org. temp-mail.org എന്ന് പറയുന്നതാണ് സൈറ്റ് അഡ്രസ്. ഇവിടെ ഒരു മെയിൽ ഐ ഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്, ടെമ്പററി മെയിൽ ഐ ഡി. അപ്പൊ ആ മെയിൽ ഐ ഡി കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിനു ശേഷം സൈനപ്പ് പേജിലേക്ക്, സൂമിന്റെ സൈനപ്പ് പേജിലേക്ക് വന്ന് അവിടെ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം സൈനപ്പ് ബട്ടൺ പ്രസ് ചെയ്യുക. ഓക്കെ, അപ്പൊ അവിടെ ഒരു മെസ്സേജ് വന്നു. നിങ്ങളുടെ ഈ മെയിൽ ഐ ഡിയിലേക്ക് ഞങ്ങളൊരു കൺഫർമേഷൻ മെയിൽ അയച്ചിട്ടുണ്ട്. നിങ്ങൾ ആ മെയിൽ ഐ ഡി ഓപ്പൺ ചെയ്ത് നോക്കുക. അവിടെ വെച്ച് കൺഫർമേഷൻ ചെയ്യണമെന്നുള്ളത്. ഓക്കെ, നമ്മളുടെ പകുതി കാര്യങ്ങൾ ശരിയായി കഴിഞ്ഞു. അപ്പൊ ഓരോ മീറ്റിംഗ് നടക്കുമ്പോഴും നമുക്ക് ഇതുപോലെ ഉള്ള ഒരു മെയിൽ ഐ ഡി ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് നമ്മുടെ ടെമ്പററി മെയിൽ ഐ ഡിയിലേക്ക് പോയി നോക്കാം. ഓക്കെ, നമ്മളുടെ ടെമ്പററി ഇമെയിൽ അഡ്രസ് നിൽക്കുന്ന പേജിൽ temp-mail.org വന്നു. അവിടെ സൂമിന്റെ ഒരു ലെറ്റർ വന്നിട്ടുണ്ട്, നോ റിപ്ലൈ എന്ന് പറഞ്ഞ്. അവിടെ പ്ലീസ് ആക്ടിവേറ്റ് യുവർ സൂം അക്കൗണ്ട് എന്നുള്ള സബ്ജക്റ്റ് ഉണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമ്മുടെ മെയിൽ വായിക്കാൻ സാധിക്കും. വെൽക്കം ടു സൂം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആക്ടിവേറ്റ് അക്കൗണ്ട് എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അവിടെ പ്രസ് ചെയ്യുക. ആക്ടിവേറ്റ് അക്കൗണ്ട് ബട്ടൺ പ്രസ് ചെയ്യുക. നമ്മളുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആകും. ഉടൻ തന്നെ നമ്മളുടെ പേര് കാര്യങ്ങൾ ചോദിക്കും. നമ്മളുടെ പേര് വിവരങ്ങൾ കൊടുക്കുക. ഞാനിവിടെ എൻ്റെ പേരും അതോടൊപ്പം പാസ്വേഡ് ഒക്കെ കൊടുത്തു. അതിനുശേഷം കണ്ടിന്യൂ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. ഇവിടെ മറ്റുള്ളവരെ ഒന്ന് ക്ഷണിക്കാൻ വേണ്ടി പറയും. തൽക്കാലം നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുതിയ അക്കൗണ്ട് റെഡിയായി കഴിഞ്ഞു. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. സ്റ്റാർട്ട് യുവർ ടെസ്റ്റ് മീറ്റിംഗ് എന്നുള്ള മെസ്സേജ് ഇവിടെ കാണുന്നുണ്ട്. നമുക്കിവിടെ ഗോ ടു മൈ അക്കൗണ്ട് എന്നുള്ള ലേബലും ഉണ്ട്. സ്റ്റാർട്ട് മീറ്റിംഗ് നൗ എന്നുള്ള ഒരു ബട്ടൺ ഉണ്ട്. അതോടൊപ്പം റൈറ്റ് സൈഡിൽ നമ്മളുടെ പ്രൊഫൈൽ പിക്ചർ നമ്മളിപ്പോൾ ചേർത്തിട്ടില്ല. അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പേരും ഇമെയിൽ ഐ ഡിയും സൈൻ ഔട്ട് എന്നുള്ള ബട്ടണുണ്ട്. നമ്മുടെ വേർഷൻ നമ്മൾ ഉപയോഗിക്കുന്നത് ബേസിക് വേർഷൻ ആണെന്ന് അവിടെ എഴുതി കാണിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒന്ന് പോകാം. ഗോ ടു മൈ അക്കൗണ്ട് ലെവൽ പ്രസ് ചെയ്തു. അതിനകത്ത് വന്നപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇത് ബേസിക് വെർഷൻ ആണ്. 100 പാർട്ടിസിപ്പൻസിന് വരെ ഇതിനകത്ത് പങ്കെടുപ്പിക്കാൻ സാധിക്കുമെന്ന്. ഓക്കെ, ഞാൻ സൂമിന്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി ടെമ്പററി ആയിട്ട് കിട്ടിയ മെയിൽ ഐ ഡിയും അതിന്റെ പാസ്വേഡ് ഇവിടെ ഉപയോഗിച്ച് സൈൻ ഇൻ ചെയ്യുകയാണ്. ഓക്കെ, സൈൻ ഇൻ സക്സസ് ആയി. നമുക്ക് പുതിയൊരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളുടെ ഈ മീറ്റിംഗ് സ്റ്റാർട്ട് ആയിട്ടുണ്ട് പുതിയ മെയിൽ ഐ ഡിയിൽ നിന്ന്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ അൺലിമിറ്റഡ് ടൈമിൽ നമുക്ക് ക്ലാസ്സുകൾ നടത്താൻ സാധിക്കും, മീറ്റിംഗുകൾ നടത്താൻ സാധിക്കും.
നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യാനും അതോടൊപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഓക്കെ.